സ്നേഹത്തോടുകൂടി ഉദ്ഘാടനം ചെയ്യുന്നതിനായി ക്ഷണിച്ചുകൊള്ളുന്നു. ചടയമംഗലം സബ് ജില്ലാ ശാസ്ത്രമേള ബഹുമാനപ്പെട്ട ചടയമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ലതിക വിദ്യാധരൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് സംകെ ഡാനിയൽ, PTA പ്രസിഡന്റ് ശ്രീ ആസാദ്, SMC ചെയർമാൻ ശ്രീ സന്തോഷ്, പ്രിൻസിപ്പൽ ദീപ ടീച്ചർ, അതോടൊപ്പം തന്നെ AU അഡ്മിഷൻസ് ആയ ടീച്ചർ, അതുപോലെ മഞ്ജു മുറിയപ്പള്ളി, നസീം അമ്പലത്തിൽ തുടങ്ങിയ പ്രമുഖർ ഈ ഉദ്ഘാടന സദസ്സിൽ പങ്കെടുക്കുന്നു. ബഹുമാന്യനായ യോഗത്തിന്റെ അധ്യക്ഷൻ PTA പ്രസിഡന്റ്, സ്വാഗതം ആശംസിച്ച പ്രിയപ്പെട്ട ഹെഡ്മിസ്റ്റർ, വേദിയിലിരിക്കുന്ന ജില്ലാ പഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റ്, ഡിവിഷൻ അംഗവുമായിട്ടുള്ള അഡ്വക്കേറ്റ് സാംകെ ഡാനിയൽ, നമ്മുടെ ഈ വാർഡിന്റെ പ്രതിനിധി മഞ്ജു മറിയപ്പള്ളി, അതുപോലെ വാർഡ് മെമ്പർമാർ, വിവിധ അധ്യാപക സംഘടനയുടെ നേതാക്കന്മാർ, SMC ചെയർമാൻ ശ്രീ സന്തോഷ്, അതുപോലെ തന്നെ PTA-യുടെയും വികസന സമിതിയുടെയും അംഗങ്ങൾ, ഈ സ്കൂളിന്റെ അധ്യാപക സുഹൃത്തുക്കൾ, വിവിധ സ്കൂളുകളെ പ്രതിനിധീകരിച്ചുകൊണ്ട് എത്തിച്ചേർന്നിട്ടുള്ള അധ്യാപക സുഹൃത്തുക്കൾ, PTA-യുടെ ഭാരവാഹികൾ, അതുപോലെ പ്രിയപ്പെട്ട രക്ഷകർത്താക്കളെ, ഏറ്റവും സ്നേഹമുള്ള കുഞ്ഞുങ്ങളെ, മാധ്യമ പ്രവർത്തകരെ, വിശപ്പിന്റെ വെളിയുടെ സമയത്താണ് ഈശ്വര പ്രാർത്ഥനയും ഉദ്ഘാടനവും. അതുകൊണ്ട് നീട്ടിക്കൊണ്ട് ഒരുപാട് പോകുവാൻ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങളെ സംബന്ധിച്ച് ചടയമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ വികസന ഉത്സവം എന്ന സംസ്ഥാന ഗവൺമെന്റ് ആവിഷ്കരിച്ച പ്രവർത്തനത്തിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് പങ്കെടുത്തത് കൊണ്ടാണ് എത്തിച്ചേരുവാൻ താമസിച്ചത്. ഇവിടെ വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങളുടെ ഔപചാരികമായ ഉദ്ഘാടനമാണ് നടക്കുവാൻ പോകുന്നത്. ശാസ്ത്രമേളയുടെയും അതുപോലെ തന്നെ പ്രവൃത്തി പരിചയമേള, സാമൂഹ്യ ശാസ്ത്രമേള, IT മേഖല, അങ്ങനെ നിരവധി മേഖലകളുടെ ഉദ്ഘാടനം ആണ് ഇവിടെ നടക്കാൻ പോകുന്നത്. വളരെ വൈകിപ്പോയി. നമ്മുടെ കുട്ടികളെ സംബന്ധിച്ച്, കേരളത്തിലെ വിദ്യാഭ്യാസ രീതിയെ സംബന്ധിച്ച്, നമ്മുടെ കുട്ടികളുടെ കഴിവുകളെ കുറിച്ച്, ആ കഴിവുകളെ നന്നായി പ്രകടമാക്കുന്നതിന് ആവശ്യമായ ഒരു അന്തരീക്ഷം ഇന്ന് കലാലയങ്ങളിൽ, വിദ്യാലയങ്ങളിലുണ്ട്. ആ സൗകര്യങ്ങളെല്ലാം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഭരണകർത്താക്കൾ, പ്രത്യേകിച്ച് ഗവൺമെന്റും വിദ്യാഭ്യാസ വകുപ്പും, അതുപോലെ നമ്മുടെ വേദിയിലെ ഏറ്റവും ബഹുമാനിയായിട്ടുള്ള AU ശ്രീമതി ജ്യോതി കുറേ ദിവസമായി ഈ പരിപാടി വിജയിപ്പിക്കുന്നതിന് വേണ്ടി ഒരുപാട് ത്യാഗപൂർണമായ പ്രവർത്തനം നടത്തുകയും എല്ലാ കാര്യങ്ങളും എന്നോട് വന്ന് പറയുകയൊക്കെ ചെയ്താണ്. ക്ഷണിക്കുക, പ്രിയപ്പെട്ട AU കൂടെ അഭിവാദ്യം ചെയ്യുകയാണ്. അപ്പൊ ഇത്തരത്തിൽ നമ്മുടെ മികവിന്റെ കേന്ദ്രങ്ങളായി സ്കൂളുകൾ മാറിയതിന്റെ ഭാഗമായി നമ്മുടെ നിയോജക മണ്ഡലം, നമ്മുടെ ജില്ലയിൽ തന്നെ, സംസ്ഥാനം തന്നെ എടുത്ത് പരിശോധിച്ചാൽ വിവിധ മേഖലകളിൽ, ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ, കലാരംഗങ്ങളിൽ, കായിക രംഗങ്ങളിലൊക്കെ ഒരുപാട് കഴിവ് തെളിയിച്ച കുഞ്ഞുങ്ങൾ ഉള്ള മണ്ഡലമാണ് ചടയമംഗലം. കലയുടെ കാര്യം തന്നെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കലോത്സവങ്ങളിൽ ഏറ്റവും കൂടുതൽ പോയിന്റുകൾ മേടിക്കുന്നതിന് വേണ്ടി കുട്ടികളെക്കാൾ മത്സരം, രക്ഷകർത്താക്കൾക്ക് മത്സരമാണ് അധ്യാപകരും അധ്യാപക സംഘടനകളും. അതാണ് ഈ കാലയളവിൽ ഉണ്ടായിട്ടുള്ള മാറ്റം. പണ്ടൊന്നും ഇങ്ങനെ ആയിരുന്നില്ല. അപ്പൊ ഓരോ കുഞ്ഞുങ്ങളെയും എന്റെ കുഞ്ഞാണ്, എന്റെ കുട്ടിയാണെന്ന് വെച്ച് ചേർത്ത് പിടിച്ചുകൊണ്ട് അധ്യാപകരെ എന്ന് പറഞ്ഞാൽ രക്ഷകർത്താക്കളെക്കാളും സ്നേഹത്തോടുകൂടിയാണ് ഓരോ കുഞ്ഞുങ്ങളെയോടുള്ള കരുതൽ. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇത്തരം മേളകളിൽ ഇത്ര പങ്കാളിത്തവും, അതുപോലെ തന്നെയാണ് ഇത്രയും വിജയം നമുക്ക് കൊയ്യുവാൻ കഴിയുന്നത്. തീർച്ചയായും ഇവിടെ നടക്കുന്ന ഇത്രയും കുട്ടികളെ വിവിധ മേഖലകളിൽ നിന്ന് കൃത്യസമയത്ത് ഇവിടെ എത്തിച്ചേർന്ന് ഈ മേളകളിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ
ഭാവിയിൽ നമ്മുടെ സമൂഹത്തിന്റെ വാഗ്ദാനങ്ങളായി ഓരോ അമ്മയുടെയും അച്ഛന്റെയും അവരവർ പ്രതിദാനം ചെയ്യുന്ന കലാലയങ്ങളുടെയും അഭിമാന താരങ്ങളായി ഓരോ കുഞ്ഞുങ്ങളും മാറണം. അതിനുള്ള എല്ലാ അന്തരീക്ഷങ്ങളും ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട്. പ്രത്യേകിച്ച് കലാലയങ്ങളിൽ അതിനുള്ള എല്ലാ അന്തരീക്ഷമുണ്ട്. ആ അന്തരീക്ഷത്തെ പഴയ രീതികളൊന്നുമല്ല, പണ്ടൊന്നും ഇത്രയധികം സ്വാതന്ത്ര്യം അധ്യാപകരുമായി ഇട്ടൊന്ന് ഇഴുകിച്ചേരുവാനുള്ളൊരു സ്വാതന്ത്ര്യം ഒരു കാലഘട്ടത്തിൽ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഇല്ലായിരുന്നു. അതെല്ലാം മാറിക്കഴിഞ്ഞു. പലതരത്തിൽ ഞാൻ 2 ദിവസം മുമ്പ് ഇവിടെ ഇളമാട് IT-യിൽ ഒരു പരിപാടിക്ക് പോയപ്പോൾ അവിടെ 88 പേരെഴുതിയതിൽ 84 പേര് മാർക്ക് നന്നായി വിജയിച്ചു. അതിനോടൊപ്പം തന്നെ 15 പേർക്കാണ് ക്യാമ്പസ് സെലക്ഷൻ കിട്ടിയിരിക്കുന്നത്. ആ മാറ്റം അഭിമാനത്തോടുകൂടിയാണ് ഞാൻ അതിനെ കണ്ടത്. പക്ഷെ അവിടെ 2 ട്രേഡ് മാത്രമേ ഉള്ളൂ. ഒന്നിലധികം ട്രേഡിന് വേണ്ടി ഒരു കൂട്ടായി ആലോചിക്കുമ്പോൾ അവിടെ സ്ഥലത്തിന്റെ ചില പ്രശ്നങ്ങൾ വന്നു. അപ്പോൾ ഓരോ വിദ്യാലയങ്ങളിലും പഴയ രീതികളെല്ലാം മാറിക്കൊണ്ട് കുട്ടികളുടെ കഴിവിനനുസരിച്ച് അധ്യാപകർ കൂടി താല്പര്യം എടുത്തുകൊണ്ട് കുട്ടികളും അതേ താല്പര്യത്തിൽ വരുന്നതിന്റെ ഭാഗമായിട്ട് വിജയ ശതമാനത്തിൽ മാറ്റം, നാട്ടിൽ മാറ്റം, കുട്ടികളുടെ കുടുംബങ്ങളിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ആ മാറ്റം നിങ്ങളുടെ ജീവിതത്തിലും ദൃഢനിശ്ചയത്തോടെ വിദ്യാഭ്യാസ കാലഘട്ടങ്ങളിൽ ദൃഢനിശ്ചയത്തോടുകൂടി പഠിക്കേണ്ട സമയത്ത് നന്നായി പഠിക്കുവാനും മറ്റുള്ള കാര്യങ്ങൾക്ക് ശ്രദ്ധ കുറച്ചുകൊണ്ട് വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസത്തിന് ഊന്നൽ കൊടുത്തുകൊണ്ട് സാമൂഹികമായ വിഷയങ്ങൾ ഇടപെട്ടുകൊണ്ട് നന്നായി വായിക്കുവാനും വായിക്കുന്നതിന് അപഗ്രഥിക്കുവാനും ചർച്ച ചെയ്യുവാനും വായനശാലകളുമായി ബന്ധപ്പെടുവാനും ധാരാളം പുസ്തകങ്ങൾ വായിക്കുവാനും റഫറൻസ് ഗ്രന്ഥങ്ങൾ കൈകാര്യം ചെയ്യുവാനും ഒക്കെയുള്ള മനസ്സുകൾ ഉണ്ടാകുന്ന നമ്മുടെ കുട്ടികൾക്ക് നല്ല വായന നമുക്ക് ഒരുപാട് അറിവുകൾ ഉണ്ടാക്കും. നമുക്കറിയാത്ത, നമ്മൾ പഠിച്ചിട്ടില്ലാത്ത ധാരാളം കാര്യങ്ങൾ കണ്ടെത്തുവാനും പഠിക്കുവാനും മനസ്സിലാക്കുവാനും പുതിയ പുതിയ ശാസ്ത്രീയ പരീക്ഷണങ്ങൾ കണ്ടെത്തുവാനും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കഴിയണം. എത്രയോ കുഞ്ഞുങ്ങൾ എത്രയോ കണ്ടുപിടുത്തങ്ങളാണ് അവരുടെ കുഞ്ഞു മനസ്സിൽ അവരുടെ ചെറിയ ബുദ്ധിയിൽ തോന്നിയിട്ടുള്ള പല കാര്യങ്ങൾ അവർ പ്രകടമാക്കിക്കൊണ്ട് ശാസ്ത്രരംഗത്ത് വലിയ കുതിച്ചുചാട്ടം ഉണ്ടാക്കുവാൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കഴിയുന്നുണ്ട്. മിടുക്കരാണ്, നല്ല ബുദ്ധിയുള്ള നല്ല ടാലന്റുള്ള കുഞ്ഞുങ്ങൾ നമുക്കുണ്ട്. അവരെ ആ കഴിവിനനുസരിച്ച് അവരെ മിനുക്കിയെടുക്കുവാൻ ഇത്തരം മേളകൾക്ക് കഴിയും. അതിൽ പാവപ്പെട്ടവന്റെ കുട്ടിയെന്നോ പണക്കാരന്റെ കുട്ടിയെന്നോ ഒന്നും നോക്കാതെ എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് എല്ലാവർക്കും അവസരങ്ങൾ കൊടുത്തുകൊണ്ട് കഴിവുള്ളവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് നിസ്സാരമായ ചെറിയ പോയിന്റിൽ പരാജയപ്പെട്ടവരെ കൂടെ ചേർത്ത് നിർത്തുന്ന സമീപനം എടുക്കുമ്പോൾ ഒരുപാട് മുന്നേറുവാൻ നമുക്ക് കഴിയും. പരാജയമൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ജീവിതത്തിന്റെ നാനാതുറകളിൽ നിന്ന് അറിയപ്പെടുന്ന പല വ്യക്തികളും പല പരീക്ഷണ ഘട്ടങ്ങളിലും പരാജയപ്പെട്ടവരാണ്. ആ പരാജയം നമ്മൾ വാശിയോടുകൂടി എടുത്തുകൊണ്ട് ദൃഢനിശ്ചയത്തോടുകൂടി എടുത്തുകൊണ്ട് മുന്നേറുക എന്ന ഒരു ലക്ഷ്യമാണ് നമുക്ക് പഠന കാലഘട്ടത്തിൽ വേണ്ട. ആ ലക്ഷ്യം സാക്ഷാത്കരിക്കുവാൻ ഇവിടെ പങ്കെടുത്തിട്ടുള്ള എന്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വളരെ ആത്മവിശ്വാസത്തോടുകൂടി ദൃഢനിശ്ചയത്തോടുകൂടി പങ്കെടുത്തിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെയും അവരുടെ മാതാപിതാക്കളെയും അവരുടെ സ്കൂളിന്റെ അധ്യാപകരെയും വിവിധ സംഘടനാ നേതാക്കന്മാരായിട്ടുള്ള അധ്യാപകരെയും പ്രത്യേകം അനുമോദിച്ചുകൊണ്ട് അഭിവാദ്യം ചെയ്തുകൊണ്ട് എല്ലാവരും ഈ രംഗത്ത് ഒന്നാമതാകട്ടെ എന്ന് നിറഞ്ഞ മനസ്സോടുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടി ശാസ്ത്രോത്സവം ഔപചാരികമായി നിങ്ങളുടെ എല്ലാം അനുവാദത്തോട് ഉദ്ഘാടനം ചെയ്ത് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അഭിവാദ്യങ്ങൾ. ബഹുമാനീയരായ രക്ഷകർത്താക്കളെ, പ്രിയമുള്ള വിദ്യാർത്ഥികളെ, അധ്യാപകരെ, ഞങ്ങളുടെ സ്കൂളിന്റെ ഡിവിഷൻ മെമ്പർ, ജില്ലാ ഡിവിഷൻ മെമ്പറാണ് ശ്രീ സാംഗ്യ ഡാനിയൽ അവർ. കഴിഞ്ഞ 5 വർഷക്കാലമായി ഞങ്ങളുടെ സ്കൂളിന്റെ വികസനക്ഷേമ പ്രവർത്തനങ്ങളിൽ നേതൃത്വപരമായി പങ്കുവച്ചുകൊണ്ട് കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ സ്കൂളിൽ സാധ്യമാക്കി തന്നിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഡിവിഷൻ മെമ്പർ. നമ്മളീ കാണുന്ന ഈ ഓഡിറ്റോറിയം, ഈ സ്റ്റേജ്, എന്റെ ഇടസൈഡിൽ കാണുന്ന ഫിറ്റ്നസ് ക്ലബ്ബ്, ഞങ്ങളുടെ SPC കുട്ടികൾക്കായിട്ട് ബാൻഡ് ഉൾപ്പെടെ നിരവധി അനവധി ക്ഷേമ പ്രവർത്തനങ്ങൾ നമ്മുടെ സ്കൂളിനായി കഴിഞ്ഞ 5 വർഷം സംഭാവന ചെയ്തിട്ടുണ്ട്. തീർച്ചയായും അദ്ദേഹമാണ് നമ്മുടെ മേളകളുടെ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ളത്.
നമ്മുടെ ശാസ്ത്രമേള എന്ന് പറയുന്നത് 4 മേളകൾ ഉൾപ്പെടുന്നതാണ്. പ്രവൃത്തി പരിചയമേള, ഗണിത ശാസ്ത്രമേള, സാമൂഹ്യ ശാസ്ത്രമേള, IT മേള എന്നിങ്ങനെ 4 മേളകളുടെ ഉദ്ഘാടനം അദ്ദേഹത്തിനെയാണ് ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. ഏറെ സന്തോഷത്തോടെ അതിന്റെ ആദരവോടുകൂടി ഈ മേളകൾ ഉദ്ഘാടനം ചെയ്യുന്നതിനായി ബഹുമാനപ്പെട്ട സാംഗ്യ ഡാനിയൽ അവരെ ക്ഷണിച്ചു. ഏറെ പ്രിയങ്കരനായ അധ്യക്ഷൻ, മഹാത്മാഗാന്ധി ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ എല്ലാവിധമായ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുന്ന പ്രിയങ്കരനായ PTA പ്രസിഡന്റ് ശ്രീ ആസാം, സ്വാഗതം ആശംസ നമ്മുടെ ഈ സംഘാടക സഭയുടെ നേതൃത്വം വേണ്ടി നമ്മുടെ ഈ സ്കൂളിൻ്റെ അക്കാഡമിക് കാര്യങ്ങളിലും ഇതര കാര്യങ്ങളിലുമെല്ലാം ഏറ്റവും ശ്രദ്ധേയമായ പ്രവർത്തനം നടത്തുന്ന ഏറെ പ്രിയങ്കരിയായ പ്രിൻസിപ്പൽ ശ്രീമതി ദീപ ദേവരാജൻ, ഇവിടെ ശാസ്ത്രമേള ഉദ്ഘാടനം ചെയ്ത നമ്മുടെ കഴിഞ്ഞ 5 വർഷക്കാലം ചടങ്ങുകൾ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വികസനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് അക്ഷീണം പരിശ്രമിച്ച പ്രിയങ്കരിയായ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീമതി ലതിയാജ്, വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന ഇവിടുത്തെ ഈ സ്കൂൾ നിൽക്കുന്ന വാർഡിലെ മെമ്പർ ഏറെ പ്രിയങ്കരിയ ശ്രീമതി മഞ്ജു മറിയപ്പള്ളി, അതുപോലെ തന്നെ നമ്മുടെ AEO, നമ്മുടെ ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം ഏറ്റവും ശ്രദ്ധേയമായ പ്രവർത്തനം നടത്തുന്ന ശ്രീമതി ജ്യോതി TG, അതുപോലെ തന്നെ നമ്മുടെ MSS പ്രിയങ്കരിയ ശ്രീമതി മായ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ശ്രീ നസീരി അമ്പലത്തിൽ, ശ്രീ ഷൂജ മണമുക്ക്, അതുപോലെ തന്നെ വിവിധ സംഘടനാ പ്രതിനിധികളായ ശ്രീ ബിജു ജോൺ, AK സുരാജി, ശ്രീ പ്രദീപ് കുമാർ, ശ്രീമതി ഗുരു, ശ്രീ ഫൈസൽ, ശ്രീ ധന്യ, ശ്രീ നവീൻ, ശ്രീമതി രേഖ അടക്കം നമ്മുടെ SMCയുടെ ചെയർമാനായിട്ടുള്ള ശ്രീ D സന്തോഷ്, ശ്രീമതി സവിത, ശ്രീ ശിവദാസൻ, ശ്രീ അശോക് ഗുരുവിനെ അടക്കം വേദിയിലും സദസ്സിലും സന്നിഹിതരായിരിക്കുന്ന പ്രിയപ്പെട്ട അധ്യാപകരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, പ്രിയമുള്ള മാധ്യമ പ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഞാൻ മറ്റ് വിശദാംശങ്ങളിലേക്കൊന്നും ഈ സന്ദർഭത്തിൽ പോകുന്നില്ല. അതിന് പറ്റിയൊരു സാഹചര്യമല്ല എന്നുള്ള കാര്യം നമ്മുടെ ഉദ്ഘാടനം നടക്കുമ്പോൾ ഏതാണ്ട് 2 മണിയോട് അടുക്കുകയാണ്. ബഹുമാനപ്പെട്ട മന്ത്രി വരും എന്ന് കരുതിയതുകൊണ്ടാണ് സംഘാടകർ കുറച്ച് സമയം താമസിച്ച നിയമസഭാ സമ്മേളനം നടക്കുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ പങ്കെടുക്കാൻ കഴിയില്ല എന്നുള്ളത് അറിയിച്ചതാണ്. എന്തായാലും ഈ ശാസ്ത്രോത്സവം സംഘടിപ്പിക്കുവാൻ വേണ്ടി പ്രത്യേകിച്ച് ഈ സ്കൂളുമായി ബന്ധപ്പെട്ട അതിൻ്റെ PTA പ്രസിഡന്റും അതുപോലെ തന്നെ മിഷസും നമ്മുടെ പ്രിൻസിപ്പളും അടക്കമുള്ള നമ്മുടെ PTA ബന്ധപ്പെട്ട അധ്യാപകരുമെല്ലാം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മുടെ ശ്രീമതി ജ്യോതിയുടെ നേതൃത്വത്തിൽ ഈ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുകയാണ്. അവരെ ഈ സന്ദർഭത്തിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ സ്കൂളുകളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് പ്രത്യേകിച്ച് സർക്കാർ സ്കൂളുകൾ ഒരു മലയാളിയെ സംബന്ധിച്ചിടത്തോളം അഭിമാനത്തോടു കൂടി കൊടുക്കാൻ കഴിയുന്ന തരത്തിൽ നമ്മുടെ സർക്കാർ സ്കൂളുകൾ മാറിയിട്ടുണ്ട്. കാരണം മറ്റൊരു നാട്ടിലുമില്ലാത്തത്, അല്ലെങ്കിൽ ഇന്ത്യയിലെ മറ്റ് ഇതര സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുന്ന സന്ദർഭത്തിൽ നമ്മുടെ സർക്കാർ സ്കൂളുകളിൽ വന്ന മാറ്റം അത് വലിയ മാറ്റമാണ്. അതിൻ്റെ ഭൗതികമായ മാറ്റം മാത്രമല്ല, അത് കെട്ടിടങ്ങളുടെ എണ്ണം വർദ്ധിപ്പിച്ചു എന്നുള്ളത് മാത്രമല്ല, അതിൻ്റെ ക്ലാസ് മുറികൾ ഹൈടെക്കായി എന്നുള്ളത് മാത്രമല്ല, നമ്മുടെ പാഠ്യവിഷയങ്ങളിൽ, നമ്മുടെ സിലബസുകളിൽ വന്ന മാറ്റം, അക്കാഡമിക് രംഗത്ത് വന്ന മാറ്റം, ആ പാഠ്യേതര വിഷയങ്ങളിൽ വന്ന മാറ്റങ്ങൾ, അതെല്ലാം നമ്മുടെ കേരളത്തിൻ്റെ അക്കാദമിക് രംഗത്തെ സ്നേഹിക്കുന്ന എല്ലാ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മുന്നോട്ട് പോകാൻ, നമ്മുടെ പ്രതീക്ഷകളോട് മുന്നോട്ട് പോകാൻ കഴിയുന്ന വിധം ഈ രംഗത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം, ഒരു കാലത്ത് നമ്മുടെ സർക്കാർ സ്കൂളുകളിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികളെ പറഞ്ഞയക്കുമ്പോൾ അച്ഛനും അമ്മയ്ക്കും ധാരാളം ഒരു പക്ഷേ വിഷമം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അവർ പരിതപിച്ചിരുന്നു. കാരണം തൊട്ടപ്പുറത്തെ അമ്മയുടെ സ്കൂളിലേക്ക് പറഞ്ഞു വിടാൻ, ഫീസ് കൊടുക്കുക ഞങ്ങൾക്ക് ശേഷിയില്ല. അതുകൊണ്ട് വളരെ ദയനീയമായ
സാഹചര്യമുള്ള, പരിതാപകരമായ സാഹചര്യമുള്ള, ക്ലാസ് മുറികളുള്ള, കെട്ടിടങ്ങളുള്ള, ആ ഭൗതിക സാഹചര്യങ്ങളുള്ള സർക്കാർ സ്കൂളിലേക്ക് പറഞ്ഞു വിടുന്ന അച്ഛനും അമ്മയ്ക്കും സ്വാഭാവികമായ വിഷമമുണ്ടായിരുന്നു, പ്രയാസമുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് കഴിഞ്ഞൊരു 10 വർഷക്കാലത്തിനുള്ളിൽ 900 സ്കൂൾ കെട്ടിടങ്ങളാണ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടുള്ളത്. അതൊരു കെട്ടിടവും ഓടിട്ട കെട്ടിടമല്ല, അത് കോൺക്രീറ്റ് കെട്ടിടങ്ങൾ തന്നെയാണ്. ഓരോ ക്ലാസ് മുറികളും ഇന്ന് വിവര സാങ്കേതിക വിദ്യയുടെ പരിലേഖകളായി ആ സ്കൂൾ ക്ലാസ് മുറികൾ അതാക്കി മാറിയിട്ടുണ്ട്. ആ തരത്തിൽ നമ്മുടെ സ്കൂളുകൾ മാറി. ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഇവിടെ 2000-ഓളം കുട്ടികൾ പങ്കെടുക്കുന്ന ശാസ്ത്രോത്സവമാണ് നടക്കുന്നത്. നമ്മുടെ ശാസ്ത്രബോധം വളർത്തുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ സിലബസുകൾ, ആ സിലബസുകൾ മാനവികതയെ സംബന്ധിച്ച്, പുരോഗതിയെ സംബന്ധിച്ച് ശാസ്ത്രബോധത്തിൽ അധിഷ്ഠിതമായ ഒരു സിലബസ് ആയിരിക്കണം എന്ന് പറയുന്നത്, അത് പുരോഗമനപരമായിരിക്കണം എന്നുള്ളതും സ്വാഭാവികമായും ശാസ്ത്ര സത്യങ്ങൾ മനസ്സിലാക്കി നമ്മുടെ കുട്ടികളെ മുന്നോട്ട് പോകണമെന്നും നമ്മൾ എന്തുകൊണ്ടാണ് പറയുന്നത്. നമ്മളൊരു ഇരുണ്ട കാലത്തേക്ക് വളരുവാൻ വേണ്ടിയുള്ള നമ്മുടെ കുട്ടികൾ, വിജ്ഞാനം എന്ന് പറയുന്നത് സ്വാഭാവികമായും വിവര സാങ്കേതിക വിദ്യയുടെ വളർച്ചയിൽ നമ്മുടെ രാജ്യവും നമ്മുടെ ലോകവും നേടിയിട്ടുള്ള എല്ലാ അറിവുകളും ശാസ്ത്രത്തിന്റെ എല്ലാ പുരോഗതിയും നേട്ടങ്ങളും നമ്മുടെ കുട്ടികളുടെ മനസ്സിലേക്ക് കൊണ്ടുവരുവാൻ കഴിയുന്ന വിധം നമ്മുടെ പഠന സംവിധാനം നമുക്ക് മാറണം. നമ്മൾ അന്ധവിശ്വാസത്തിലോ അനാചാരങ്ങളിലോ അല്ലെങ്കിൽ രൂഢമൂലമായിട്ടുള്ള പഴയ കാലത്തിന്റെ ഏറ്റവും മോശപ്പെട്ട രീതികളിലേക്ക് പോകുവാൻ വേണ്ടിയല്ല. ഒരു ശാസ്ത്രബോധമുള്ള കുട്ടി എന്ന് പറഞ്ഞാൽ, ശാസ്ത്രബോധമുള്ള ഒരു പൗരൻ എന്ന് പറഞ്ഞാൽ നാടിനെ ശാസ്ത്രബോധത്തോടുകൂടി മുന്നോട്ട് നയിക്കുവാൻ കഴിയുന്ന വിധം നമ്മുടെ പഠന സംവിധാനം മാറണം. കേട്ടുകേൾവികളുടെയോ അല്ലെങ്കിൽ അന്ധവിശ്വാസങ്ങളുടെയോ മറ്റോ അടിസ്ഥാനത്തിൽ സ്വാഭാവികമായും നമ്മുടെ മനസ്സിൽ നമ്മുടെ പഠനത്തിന് പാത്രീഭവിക്കുന്ന രീതി നമുക്കുണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് തീർച്ചയായും ആ ശാസ്ത്രബോധമുള്ള ഒരു കുട്ടിയെ വളരണമെങ്കിൽ ആ ശാസ്ത്രാഭിരുചിയെ വളർത്തുവാൻ കഴിയുന്ന വിധമുള്ള വിവിധ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകണം. അത് ക്ലാസ് മുറികൾക്കുള്ളിലെ പാഠപുസ്തകങ്ങളിൽ മാത്രം കിട്ടുന്നതല്ല. ശാസ്ത്രബോധമുള്ള, ശാസ്ത്രാഭിരുചിയുള്ള വിവിധ തരത്തിലുള്ള കണ്ടുപിടുത്തങ്ങൾ അല്ലെങ്കിൽ ഇന്നവേറ്റീവായിട്ടുള്ള വിവിധ തരത്തിൽ മുന്നോട്ട് പോകുവാൻ വേറെ ഏത് തരത്തിലും പഠിച്ചു വളർന്ന ഏറ്റവും ഉയർന്ന തരത്തിലുള്ള അറിവ് നേടിയിട്ടുള്ള, സർട്ടിഫിക്കറ്റുകൾ നേടിയിട്ടുള്ള ആളുകളെക്കാൾ ഒരുപക്ഷെ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളും പുതിയ പുതിയ ആശയങ്ങളും രൂപപ്പെടുത്തിയെടുക്കുവാൻ നമ്മുടെ ഇളം തലമുറയിൽപ്പെട്ട പ്രിയപ്പെട്ട കൂട്ടുകാർക്കും കൂട്ടുകാരികൾക്കും ഇന്ന് കഴിയുന്നുണ്ട്. നമ്മുടെ ശാസ്ത്രമേള നടക്കുമ്പോൾ, ശാസ്ത്രോത്സവം നടക്കുമ്പോൾ, അതിന്റെ സംസ്ഥാന തലത്തിലേക്ക് വരുമ്പോൾ അവർ പകർന്നു നൽകുന്ന അറിവ് പഴയ ഒരുപക്ഷെ നമ്മുടെ ശാസ്ത്ര ലോകത്തെ പോലും അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ള വിജ്ഞാനത്തിന്റെ ശാസ്ത്രീയതയുടെ പുതിയ പുതിയ അറിവുകൾ ഈ പ്രിയപ്പെട്ട കുട്ടികളുടെ മനസ്സിൽ നിന്നും അവരുടെ ആശയങ്ങളിൽ നിന്നും അവരുടെ ബുദ്ധിയിൽ നിന്നും യഥാർത്ഥത്തിൽ പകർന്നു നൽകുവാൻ നമ്മുടെ സമൂഹത്തിൽ കഴിയുന്നുണ്ട്. അതിനെ വളർത്തിയെടുക്കാനാണ് ഈ ശാസ്ത്രോത്സവം. സ്വാഭാവികമായും അവരുടെ അറിവുകളെ, അവരുടെ കഴിവുകളെ, അവരുടെ അന്തർലീനമായിട്ടുള്ള ഇന്നവേറ്റീവായ മാനസിക വാഞ്ചി എല്ലാം വളർത്തിയെടുക്കുവാൻ കഴിയുന്ന വിധം നമ്മുടെ ശാസ്ത്ര പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും ശ്രദ്ധേയമായി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകുവാനും ആ പരീക്ഷണങ്ങൾ നടത്താനുള്ള അവസരം കൊടുത്ത് ആ അവസരങ്ങളിലൂടെ നമുക്ക് മുന്നോട്ട് പോകുവാൻ കഴിയണം. എത്രയോ അനുഭവങ്ങളുണ്ട്, കഥകൾ നമ്മുടെ മുന്നിലുണ്ട്, അനുഭവപാഠം നമ്മുടെ മുന്നിലുണ്ട്. നമ്മുടെ എഡിസൺ ഉൾപ്പെടെയുള്ള ശാസ്ത്രലോകത്ത് എത്രയോ മനുഷ്യരുടെ ജീവിത കഥകൾ നമുക്ക് മുന്നോട്ട് പ്രചോദനം നൽകുന്നതാണ്. അതെല്ലാം നമ്മുടെ മുന്നിൽ ഉണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് ഒരു ശാസ്ത്രാഭിവൃദ്ധി ഏറ്റവും ചെറിയ പ്രായം മുതൽ ശാസ്ത്രീയമായ പരീക്ഷണങ്ങൾ നടത്താൻ, നിരീക്ഷണങ്ങൾ നടത്താൻ, ഇന്നവേറ്റീവായ പ്രോജക്റ്റുകൾ നടത്തി സ്വാഭാവികമായി മുന്നോട്ട് വയ്ക്കുവാൻ, അവരുടെ ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കുവാൻ, ശരിയോ തെറ്റോ ആകട്ടെ, ആ ശരിയോ തെറ്റോ ആയ ആശയങ്ങൾ നിർഭയമായി ഒരു പൊതുസമൂഹത്തിലേക്ക് അവതരിപ്പിക്കുവാൻ കഴിയുന്ന വിധം ഈ ശാസ്ത്രോത്സവം മാറട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇത് സംഘടിപ്പിച്ച എല്ലാ പ്രിയപ്പെട്ട സംഘാടകരെയും ഞാൻ അഭിനന്ദിച്ചുകൊണ്ട് ഈ ചരയമംഗലം ഉപജില്ലാ സ്കൂൾ ശാസ്ത്രോത്സവത്തിന്റെ ഭാഗമായിട്ടുള്ള ഗണിതശാസ്ത്രമേളയും അതുപോലെ തന്നെ പ്രവൃത്തി പരിചയമേളയും സാമൂഹ്യ ശാസ്ത്രമേളയും IT മേളയടക്കമുള്ള വിവിധ മേളകൾ
ഔപചാരികതയുടെ പേരിൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എല്ലാവർക്കും ഈ പരിപാടിയിൽ പങ്കെടുത്ത നമ്മുടെ കുട്ടികളെ ഇതിനുവേണ്ടി പ്രേരിപ്പിക്കുന്ന നമ്മുടെ രക്ഷിതാക്കളെ, അധ്യാപകരെ, അതിന് പ്രോത്സാഹനം കൊടുക്കുന്ന PTA, അതിനുവേണ്ടി സഹായകരമായിട്ടുള്ള എല്ലാ നല്ല മനസ്സുകളെയും ഞാൻ ഈ സന്ദർഭത്തിൽ അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. തുടർന്ന് ആശംസ അർപ്പിച്ച് സംസാരിക്കുന്നതിനായി നമ്മുടെ ഈ വാർഡ് മെമ്പർ, ഗ്രാമപഞ്ചായത്ത് മെമ്പർ കൂടിയായിട്ടുള്ള ശ്രീമതി മഞ്ജു മറിയപ്പള്ളി അവരെ ക്ഷണിച്ചോളൂ. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, വിവിധ സ്കൂളുകളിൽ എത്തിച്ചേർന്നിരിക്കുന്ന മിടുക്കരായിട്ടുള്ള വിദ്യാർത്ഥികളെ, എനിക്ക് PTA പ്രസിഡന്റ് തന്നിരിക്കുന്ന സമയം 2 മിനിറ്റാണ്. എനിക്ക് 2 മിനിറ്റ് പോലും വേണ്ട, 1/2 മിനിറ്റ് മതി. നിങ്ങളായിട്ട് കഷ്ടപ്പെടുത്തുന്നില്ല. ഇനി ഇവിടെ വിവിധ സ്കൂളുകളിൽ ഈ 2025-26 വർഷത്ത് ഈ സബ് ജില്ലാ ശാസ്ത്രോത്സവത്തിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്കും എൻ്റെ എല്ലാവിധമായ ആശംസയും ചെയ്യുന്നു. ചടയമംഗലം BPCയുടെ ചുമതലയുള്ള ശ്രീമതി രേഖ ടീച്ചറെ ക്ഷണിച്ചോളൂ. ഈ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ലതിക വിദ്യാധരൻ അവർ, ഈ യോഗത്തിന്റെ അധ്യക്ഷൻ, വേദിയിലും സദസ്സിലിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും അതുപോലെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും നമസ്കാരം. നമ്മുടെ കുട്ടികളുടെ എല്ലാ തലത്തിലുള്ള ബൗദ്ധികവും മാനസികവുമായ എല്ലാ വികാസങ്ങളെയും പുറത്തു കൊണ്ടുവരുന്ന ഒരു മത്സരമാണ് നമ്മളിവിടെ മേള എന്ന പേരിൽ നടത്തിക്കൊണ്ടുവരുന്നത്. സമൂഹം നേരിടുന്ന വെല്ലുവിളികളെ തിരിച്ചറിയാനും അത് തിരിച്ചറിഞ്ഞ് അതിനെതിരെ പ്രവർത്തിക്കാനുമുള്ള ഒരു ശേഷി കുട്ടികൾ നേടിയെടുക്കുക എന്നത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നും. എന്നാൽ നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് ഈ ഒരു വെല്ലുവിളി കുട്ടി തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരം മേളകൾക്ക് വളരെയധികം പ്രാധാന്യം കൊടുത്തുകൊണ്ട് സർക്കാർ നടത്തപ്പെടുന്നത്. പല സ്കൂളുകളിൽ നിന്നും അവരുടെ പല പ്രതിഭകളും തിരിച്ചറിഞ്ഞ് വന്നിരിക്കുന്ന കുട്ടികളാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. നിങ്ങളെല്ലാവരും വെറും 1ഉം 2ഉം സ്ഥാനങ്ങൾ നേടുന്നതിനുള്ള ഒരു വേദിയായി അത് മാത്രമായി കാണാതെ എല്ലാവരും പരസ്പര സഹകരണത്തോടെയും സംഘ പ്രവർത്തനങ്ങളിലൂടെയും നിങ്ങളുടെ മാനസികവും ബൗദ്ധികവുമായ തലങ്ങളെ മെച്ചപ്പെടുത്തുന്നതിനുള്ള ഒരു വേദിയായി കൂടി ഇത് കാണണം. അതോടൊപ്പം തന്നെ നമ്മുടെ കുട്ടികളുടെ കഴിവുകളും ആശയങ്ങൾക്കും രൂപം കൊടുക്കുന്ന ഈ വേദി അവരുടെ ജീവിതത്തിലെ തന്നെ ഒരു നാഴികക്കല്ലായി മാറട്ടെ എന്ന് ഈ അവസരത്തിൽ ഞാൻ ആശംസിക്കുകയാണ്. അതോടൊപ്പം ഈ ഒരു വേദി ചടയമംഗലം MGHSS നമുക്ക് തയ്യാറാക്കി തന്നിരിക്കുന്ന ഈ വേദിയുടെ പേരിൽ എല്ലാ സംഘാടക സമിതി അംഗങ്ങളോടും ഞാൻ എൻ്റെ ആശംസ അറിയിക്കുകയാണ്. നന്ദി. KSTയെ പ്രതിനിധീകരിച്ച് ആശംസ അർപ്പിക്കുന്നതിനായി സിറാജുദ്ദീൻ സാർ അവരെ ക്ഷണിച്ചോളൂ. ബഹുമാനപ്പെട്ട ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ, ഈ സ്കൂളിലെ PTA പ്രസിഡന്റ്, അതുപോലെ ഈ ശാസ്ത്രമേള ഉദ്ഘാടനം ചെയ്ത ചടയമംഗലം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ലതിക വിദ്യാധരൻ, അതുപോലെ ഗണിതശാസ്ത്രമേളയും പ്രവൃത്തി പരിചയമേളയും സാമൂഹ്യ ശാസ്ത്രമേളയും ഉദ്ഘാടനം ചെയ്ത കൊല്ലം ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് സാംകെ ഡാനിയൽ, പ്രിയ വിദ്യാർത്ഥികളെ, രക്ഷകർത്താക്കളെ, നാട്ടുകാരെ, കേരളത്തിലെ ഏറ്റവും വലിയ, ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയൊരു മാമാങ്കമാണ് ശാസ്ത്രോത്സവം. ശാസ്ത്രരംഗങ്ങളിൽ അവരുടെ കഴിവ് തെളിയിക്കാനുള്ള ഒരു വാർഷിക മേളയാണ് ശാസ്ത്രോത്സവം. 10,000-ൽ പരം കുട്ടികൾ പ്രൈമറി തലം മുതൽ ഹയർ സെക്കൻഡറി തലം വരെ അവരുടെ കഴിവ് തെളിയിക്കുന്ന ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു മേളയാണ് ഈ ശാസ്ത്രോത്സവം. ഈ ശാസ്ത്രോത്സവത്തിന് കേരളത്തിലെ
അധ്യാപക സംഘടനയായ കരുത്തുള്ള അധ്യാപക സംഘടനയായ KSTയുടെ ചടയമംഗലം സബ് ജില്ലാ കമ്മിറ്റിയുടെ എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. KSTUവിനെ പ്രതിനിധീകരിച്ച് ആശംസ അർപ്പിക്കുന്നതിനായി ബഹുമാനപ്പെട്ട ഫൈസൽ സാർ അവരെ ക്ഷണിച്ചു. പ്രിയമുള്ളവരെ, 2025 ഒക്ടോബർ 9-10 നമ്മളെ ദിവസങ്ങൾ നടക്കുന്ന ചടയമംഗലം ഉപജില്ലാ സ്കൂൾ ശാസ്ത്രമേളയുടെ ഉദ്ഘാടന സെക്ഷനിലാണ് നമ്മൾ ഇരിക്കുന്നത്. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ഉദ്ഘാടകർ, മറ്റുള്ള വിശിഷ്ടാതിഥികൾ, ചടയമംഗലം AEO, BPC, രക്ഷകർത്താക്കൾ, കുട്ടികൾ, നമ്മുടെ ശാസ്ത്രമേളയുടെ എല്ലാ വിജയത്തിനും കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയന്റെ എല്ലാവിധ പിന്തുണയും ഉണ്ടാവുമെന്ന് അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. കേരള അറബിക് മുൻഷി അസോസിയേഷന് വേണ്ടി ആശംസ അർപ്പിക്കുക ബഹുമാനപ്പെട്ട നബീൽ സാറിനെ ക്ഷണിച്ചു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, PTA പ്രസിഡന്റ്, ഉദ്ഘാടനം ചെയ്ത നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ അധ്യക്ഷ ശ്രീമതി ലതിക വിദ്യാധരൻ, ശാസ്ത്രമേളയും പ്രവൃത്തിപരതയും സാമൂഹ്യ സാഹിത്യ മേളകൾ ഉദ്ഘാടനം ചെയ്ത കൊല്ലം ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് സാബിർ ജായൽ, വേദിയിലിരിക്കുന്ന ബഹുമാന്യ AEO ജ്യോതി മാഡം, വേദിയിലിരിക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തികൾ, നമ്മുടെ വിദ്യാർത്ഥികൾ, LP തലം മുതൽ ഹയർ സെക്കൻഡറി തലം വരെയുള്ള കുട്ടികൾ, അവരുടെ ശാസ്ത്ര മേഖലയിലുള്ള നവീന ആശയങ്ങൾ, അതേപോലെ തന്നെ വിവര സാങ്കേതിക വിദ്യയിലെ അവരുടെ പ്രാവീണ്യങ്ങൾ, സാമൂഹിക മേഖലയിലായാലും അതേപോലെ കരകൃതികൾ തെളിയുന്ന പ്രവൃത്തി പരിചയ മേഖലകളായാലും അവരുടെ ആശയങ്ങളെ പ്രകടിപ്പിക്കാനുള്ള നല്ലൊരു വേദി, അതിനെ ഒരു വാത്സല്യ ബുദ്ധിയോടുകൂടി പ്രകടിപ്പിക്കാൻ സാധിക്കുന്ന ഒരു വേദി നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് നൽകുന്നു എന്ന് തന്നെ നമ്മുടെ കുട്ടികളെ എത്രത്തോളം കൈത്താങ്ങ് നൽകുന്നു എന്നതിനുള്ള തെളിവാണ്. നാളത്തെ ശാസ്ത്രജ്ഞരാകേണ്ടവർ, വിവര സാങ്കേതിക മേഖലകളിൽ നയിക്കേണ്ടവർ ഇവരൊക്കെ തന്നെയായിരിക്കും. അത്തരത്തിൽ നമ്മുടെ വിദ്യാർത്ഥികളെ പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെ മോൾഡ് ചെയ്തെടുക്കുവാൻ ഇത്തരത്തിലുള്ള മേളകൾ അനിവാര്യമാണ്. അതിനെ വളരെ സജീവമായി കൊണ്ടുപോകുന്നതിന് പ്രധാന പങ്ക് വഹിക്കുന്ന പ്രിയ രക്ഷകർത്താക്കൾ, ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെയേറെ സജീവതയാണ് രക്ഷകർത്താക്കളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. അത്തരത്തിൽ ഈ മേളകള്, ഇത് ശാസ്ത്രമേളയായാലും കലാമേളയായാലും കായികമേളയായാലും ഏത് മേഖലകളിലെയും നമ്മുടെ വിദ്യാർത്ഥികളെ സജീവമായി കൊണ്ടുപോകാൻ നാം ഓരോരുത്തരും ശ്രമിക്കേണ്ടതുണ്ട്. അതിന് നമുക്ക് കഴിയേണ്ടതെന്നും ഈ മേളയിൽ പങ്കെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും എല്ലാവിധ വിദ്യാശംസകളും, അതേപോലെ സംഘാടകർക്ക് എല്ലാവിധ ആശംസകളും കേരള അറബിക് മുൻഷീസ് അസോസിയേഷന്റെ പേരിൽ അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയിക്കുന്നു. തുടർന്ന് ATUവിനെ പ്രതിനിധീകരിച്ച് ആശംസ അർപ്പിക്കുന്നതിനായി ശ്രീമതി നീതി ടീച്ചറെ ക്ഷണിച്ചുകൊള്ളു. ക്ഷമിക്കണം, AKSTUവിനെ പ്രതിനിധീകരിച്ച് ശ്രീമതി നീതു മാഡം സംസാരിക്കും. ബഹുമാനപ്പെട്ട ഉദ്ഘാടക, അധ്യക്ഷൻ, സ്വാഗതം ആശംസിച്ച ടീച്ചർ, AEO മാഡം, ഇന്നും നാളെയും ഈ 2 ദിവസങ്ങളിലായി ഇവിടെ ചടയമംഗലത്ത് വെച്ച് നടക്കുന്ന ശാസ്ത്രമേളയുടെ നല്ല രീതിയിലുള്ള വിജയത്തിനായി AKSTU എന്ന അധ്യാപക സംഘടനയുടെ എല്ലാവിധ വിജയാശംസകളും നേരുന്നു. ഒപ്പം ഇന്ന് ശാസ്ത്രമേളയിൽ ഇവിടെ പങ്കെടുക്കാനായി എത്തിയിരിക്കുന്ന നാളെയുടെ വാഗ്ദാനങ്ങളായ നമ്മുടെ കുടുംബങ്ങൾക്ക് 1000 വിജയാശംസകൾ നേരുന്നു.
ചടയമംഗലം സബ് ജില്ലാ ശാസ്ത്രമേളയുടെ ഉദ്ഘാടന ചടങ്ങിൻ്റെ തത്സമയം ഇവിടെ പൂർണ്ണമാകുന്നു. ഏവർക്കും നന്ദി, നമസ്കാരം. തുടർന്ന് ആശംസ അർപ്പിക്കുന്നതിനായി ചടയമംഗലം